ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ വിവർത്തനത്തിൻ്റെതാണ്. വിവർത്തനം എന്താണ്, വിവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ, പൊതുതത്വങ്ങൾ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വിവർത്തനത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നാളേക്കൊരു ഗുണപാഠം. രതി മേനോനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എ ഫേബിൾ ഫോർ ടുമാറോ എന്ന ഭാഗമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. റേച്ചൽ കാഴ്സൻ്റെ ഒരു പരിസ്ഥിതി ശാസ്ത്ര പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. 1962 ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കമിട്ടതിൽ ഒരു പ്രധാന കൃതിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് DDT പോലെയുള്ള സിന്തറ്റിക് കീടനാശിനികളുടെ ഉപയോഗവും അത് പരിസ്ഥിതി, വന്യജീവി, മനുഷ്യാരോഗ്യം എന്നിവയിൽ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങളുമാണ് ഈ ഒരു പുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് രതി മേനോനാണ്. നിശബ്ദ വസന്തം എന്ന പേരിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ കൃതിയിലെ ആദ്യത്തെ അധ്യായമാണ് എ ഫേബിൾ ഫോർ ടുമാറോ എന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള വിവർത്തനം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ആകർഷകമായ ഒരു ചെറിയ പട്ടണമാണ് ഈ ഒരു അധ്യായത്തിൽ വിവരിക്കുന്നത്. മലയാള വായനക്കാർക്ക് വ്യത്യസ്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ഓരോ സീസണും വരുത്തുന്ന മാറ്റങ്ങളെയും സൂക്ഷ്മമായി വിവർത്തനം പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കൃതിയിലൂടെ കാഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നത് രാസവസ്തുക്കൾ വ്യാപകമായി കൃഷിയിൽ ഉപയോഗിച്ചാൽ മണ്ണും വെള്ളവും മലിനമായെന്നും അത് പക്ഷികളെയും മറ്റു മൃഗങ്ങളെയും കൊന്നൊടുക്കുകയെന്നും അന്തിമമായി അത് മനുഷ്യരെ ബാധിക്കുകയും ചെയ്യുമെന്ന രീതിയിലാണ്. അത് പരിസ്ഥിതിയുടെ പരസ്പര ആശ്രിതത്വത്തെ തകർക്കുന്നു. രാസമലിനീകരണത്തിൻ്റെ അപകടങ്ങളെ കുറിച്ചിട്ട് ഒരു മുൻകരുതൽ തന്നെയാണ് ഈ ഒരു വിവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അമേരിക്കയുടെ ഹൃദയഭാഗത്തായിട്ട് സമസ്ത ചുറ്റുപാടുകളോടും ഇണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു. വസന്തത്തിൽ വെണ്മയാർന്ന മേഘക്കീറുകൾ വിടരാൻ തുടങ്ങുന്ന പൂമൊട്ടുകളെ പോലെ മുകളിലൂടെ ഒഴുകി പാറിപ്പോകുന്ന ഹരിതാപമായ ധാന്യവയലുകളും പഴത്തോട്ടങ്ങളും നിറഞ്ഞ സമൃദ്ധിയുള്ള കൃഷിയിടങ്ങളുടെ ചതുരക്കളങ്ങൾക്ക് നടുവിലാണ് ആ പട്ടണം നിലകൊണ്ടിരുന്നത്. ഹേമന്തകാലത്ത് ഓക്കുമരവും മേപ്പിൾ മരവും ബീർച്ച് മരവും പൈൻ മരങ്ങളുടെ പശ്ചാത്തലത്തിൽ ജ്വലിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കും. കുന്നുകളിൽ ഓരിയിടുന്ന കുറുക്കന്മാരും ഹേമന്ത പ്രഭാതങ്ങളിൽ മൂടൽ മഞ്ഞിൽ വയല് മുറിച്ചു കടക്കുന്ന മാൻകൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പാതയ്ക്ക് ഇരുവശങ്ങളുമായി വളർന്നു നിന്നിരുന്ന പൂച്ചെടികളും വന്യമായി തഴച്ചു നിന്ന പന്നൽ ചെടികളും കാട്ടുപൂക്കളും വർഷത്തിൽ അധിക നാളുകളിലും വഴിയാത്രക്കാരൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നവയായിരുന്നു. അവിടെ നിറഞ്ഞു നിൽക്കുന്ന ബെറി പഴങ്ങളും മഞ്ഞുകാലത്തൊക്കെ പൊന്തി നിൽക്കുന്ന ഉണക്കച്ചെടികളിൽ നിന്നുള്ള വിത്തുകളൊക്കെ കൊത്തി തിന്നാൻ ഒരുപാട് പലതരത്തിലുള്ള കിളികൾ വരാറുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുടെ വൈവിധ്യത്തിന് പേര് കേട്ടതായിരുന്നു ആ നാട്. ഹേമന്തത്തിലും വസന്തത്തിലും ദേശാടന കിളികളുടെ പ്രവാഹമാണ് അവിടെ നിരീക്ഷിക്കാൻ, അതായത് ആ പക്ഷികളെ നിരീക്ഷിക്കാൻ ദൂരെ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. അതുപോലെ കുന്നിൻ്റെ മുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന തെളിനീർ നിറഞ്ഞ അരുവികളിലെ തണൽ വീണ കയങ്ങളിൽ നിന്ന് മീൻ പിടിക്കാനായിട്ടാണ് മറ്റു ചിലർ എത്തിച്ചേരുന്നത്. അതായത് കുറച്ചു പേര് പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടി വരും, ചിലർ മീൻ പിടിക്കാൻ വേണ്ടി എത്തിച്ചേരും. ആദ്യത്തെ കുടിയേറ്റ സംഘം എത്തി അവിടെ വീട് വെച്ച് കിണർ കുഴിച്ച് പണിയുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ മീൻപിടുത്തവും പക്ഷി നിരീക്ഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വിചിത്രമായ വിനാശകരമായൊരു വാട്ടം ആ പ്രദേശത്ത് പടർന്നു. അതോടുകൂടി മൊത്തം തകിടം മറിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അവിടുത്തെ പക്ഷികളെ മുഴുവനായിട്ട് ഒരു അജ്ഞാതമായ രോഗം ബാധിച്ചു. കന്നുകാലികൾ ദീനം പിടിച്ച് ചത്തൊടുങ്ങി. എല്ലായിടത്തും മരണത്തിൻ്റെ നിഴല്. കർഷകർക്ക് കുടുംബത്തിലെ വ്യാധികളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. പട്ടണത്തിലെ ഭിഷഗ്വരന്മാരാവട്ടെ അവർക്കരികിൽ വരുന്ന രോഗികളുടെ ദീനങ്ങളുടെ വൈചിത്ര്യത്താൽ ആശയക്കുഴപ്പത്തിലായി. പൊടുന്നനെയുള്ള വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് മരണങ്ങൾ മുതിർന്നവർക്കിടയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗം പിടിപെട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണമടഞ്ഞു. അസാധാരണമായൊരു നിശബ്ദത അവിടെ എങ്ങും പടർന്നു പിടിച്ചു. ഉദാഹരണത്തിന് പക്ഷികൾ, അവ ഒന്നും അവിടെ കാണാനില്ല. ഒറ്റ പക്ഷി പോലും അവിടേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് പലരും ആകുലതയോടെയും അമ്പരപ്പോടെയും തിരക്കി. അവിടെ കാണാറുള്ള അപൂർവ ഇനം പക്ഷികൾ രോഗാവസ്ഥയിലാണ്. കിടുകിട വിറച്ചിരുന്ന അവയ്ക്ക് പറക്കാൻ പോലും പറ്റുമായിരുന്നില്ല. നാദങ്ങൾ നിലച്ച ഒരു വസന്തമായിരുന്നു അത്.
കുരുവികളുടെയും പ്രാവുകളുടെയും മറ്റനേകം പക്ഷികളുടെയും കൂജനങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന പ്രഭാതങ്ങൾക്കിപ്പോൾ ഒച്ചയനക്കമില്ലാതായി മാറി. മൈതാനങ്ങളിലും മരക്കൂട്ടങ്ങളിലും ചതുപ്പു നിലങ്ങളിലും കനത്ത നിശബ്ദത തളം കെട്ടി. കളങ്ങളിൽ പിടക്കോഴികൾ അടയിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞില്ല. നന്നേ ശോഷിച്ചു പിറന്ന പന്നിക്കുഞ്ഞുങ്ങൾ അല്പായുസുകളായി ഭവിച്ചതിനാൽ പന്നി വളർത്തൽ ഏറെ ദുഷ്കരമാണെന്ന് കൃഷിക്കാർ വിഷമിച്ചു. ആപ്പിൾ ചെടികൾ പൂത്തെങ്കിലും തേനീച്ചകൾ വന്നെത്താത്തത് കാരണം പരാഗണം നടക്കാതെ ഫലോത്പാദനം നടന്നില്ല. പാതയോരങ്ങളെല്ലാം തീ പടർന്ന് കരിവാളിച്ച പോലുള്ള പൊന്തകൾ കൊണ്ട് ആകെ ഇരുണ്ടു പോയിരിക്കുന്നു. ജീവികൾ ഉപേക്ഷിച്ചതുകൊണ്ട് അവിടെയും നിശബ്ദതയാണ്. അരുവികളെല്ലാം നിശബ്ദമായി ജീവസറ്റതായി മാറി. മീനുകൾ ചത്തുപോയത് കാരണം മീൻപിടുത്തക്കാരും അവിടെ ഉപേക്ഷിച്ചു. ഓടകളിലും വീടുകളുടെ മേൽക്കൂരകളുടെ ഇറുമ്പിലും മേച്ചിലോടുകൾക്കിടയിലും വെളുത്ത പൊടിയുടെ അവശിഷ്ടം കാണാം. ഇതായിരുന്നു ഇതിനെല്ലാം കാരണം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മേൽക്കൂരയിലും പുൽത്തകിടിയിലും പാടത്തും മഞ്ഞുപോലെ തൂവി വീണതാണ് ആ പൊടി. ഈ പ്രദേശത്തെ പീഡനവിധേയമാക്കിയതും പുതുജീവന്റെ വരവുകളെ നിശബ്ദമാക്കിയതും എല്ലാം ഇതുതന്നെയാണ്. ഈ പൊടി തന്നെയാണ് ഇതിനൊക്കെ കാരണം. മനുഷ്യന്റെ സ്വന്തം ചെയ്തികളാണ് ഇതെല്ലാം ഇല്ലാതാക്കിയത്. അതിനുശേഷം ലേഖിക തന്നെ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഇത്തരമൊരു പട്ടണം നിലവിലില്ല. എന്നാൽ ഇതിൻ്റെ പകർപ്പുകൾ എന്ന പോലെ ഒരുപാട് സ്ഥലങ്ങൾ അമേരിക്കയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വിവരിച്ച എല്ലാ ദുരവസ്ഥകളും ഒന്നിച്ചനുഭവിച്ച ഒരു ജനവിഭാഗം ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇത്തരം ദുരന്തങ്ങളിൽ ചിലതൊക്കെ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ എണ്ണമറ്റ പട്ടണങ്ങളിലെ വസന്തത്തെ നിശബ്ദമാക്കിയത് എന്താണ്? അത് വിശദീകരിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ. അതായത് മനോഹരമായിട്ടുള്ള ഒരു നാട്, അതിനെ മനുഷ്യർ തന്നെ ഇല്ലാതാക്കിയെന്ന് വേണം പറയാനായിട്ട്. രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം, അതായത് കൃഷിയിൽ വൻ വർധനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിതമായി രാസവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ നഷ്ടമായത് ഒരു നാട് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് പകർന്നു തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.